കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ഒരു വിവാദത്തിലും അങ്ങ് ഇടപെട്ടിരുന്നില്ല. എന്നാൽ ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പിറവം മണ്ഡലത്തിൽ ഗംഭീരമായ ഭൂരിപക്ഷം ലഭിച്ചു. ആ മാൻഡേറ്റുമായിട്ടാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ രണ്ടാമത് ഈ വരവ് വരുമ്പോൾ മനസ്സിൽ എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട്. വലിയൊരു ഭൂരിപക്ഷമാണ് ഇത്തവണ പിറവത്തുണ്ടായിരുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഏകദേശം 45,000-നടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പിറവത്ത് ഇത്തവണ ലഭിച്ചത്. അത് വലിയൊരു അംഗീകാരമാണ് തീർച്ചയായിട്ടും UDF-നെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും വ്യക്തിപരമായി. അപ്പോൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കഴിഞ്ഞ് ഒരു പുതിയ ഗവൺമെൻറ് ഫോം ചെയ്യുമ്പോൾ അത് വലിയ ഉത്തരവാദിത്തമുള്ള ഒന്നാണ്. UDF ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ. അതെല്ലാം ചെയ്തെടുക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യങ്ങളാണ്, ചലഞ്ചിങ് ആണ്. പക്ഷെ അതെല്ലാം ഒന്നൊന്നായി പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. വകുപ്പ് വിഭജനങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് ഇന്ന് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പം പ്രത്യേകിച്ചൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണല്ലോ വരുന്നത്. കേരളം ഒരുപാടങ്ങ് മാറി കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അപ്പോൾ ആ 10 വർഷത്തിന് ശേഷം വരുമ്പോൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കണക്കുകൂട്ടലുകൾ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്ന്? തീർച്ചയായിട്ടും നമ്മളെപ്പോഴും അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചുള്ളതായിരിക്കുമല്ലോ. കുറച്ചുകൂടെ ബെറ്ററായിട്ട് മുമ്പോട്ട് വരിക, കുറച്ചുകൂടെ മികച്ചതാക്കി എടുക്കുക. ഏത് കാര്യം, ഏത് ഫീൽഡിലുള്ളവരാണെങ്കിലും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് എല്ലാവരും ആഗ്രഹിക്കും. ആ ഒരു അർത്ഥത്തിൽ എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. കൂടുതൽ മികവാർന്ന നിലയിൽ കടന്നു വരാൻ കഴിയണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സാധിക്കും. ഒരു ടീം വർക്കിലേക്കാണല്ലോ ഞങ്ങൾ നീങ്ങുന്നത്. ടീം UDF ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇത് കുടുംബസമേതമാണല്ലോ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുക അല്ലേ? എല്ലാവരും ഉണ്ടോ? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ശ്രീ അനൂപ് ജേക്കബ്. വകുപ്പ് വന്നതിന് ശേഷം നമുക്കൊന്നുകൂടി ഇരിക്കാം.